Hello, this is Dr. Aishwarya S. Kumar. Welcome back to my channel. ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് വൈ BDS എന്തുകൊണ്ടാണ് MBBS കഴിഞ്ഞൊരു സ്പെഷ്യലൈസേഷൻ പോലെ തന്നെ ആവാതിരുന്നത്? എന്താണ് ഇത് തമ്മിലുള്ള ഡിഫറൻസ്? Come and let's see why dentistry is not just a specialization after MBBS. Today we are going to see why dentistry isn't a part of MBBS. So, ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആവുന്നത് BDS എടുക്കാൻ പോകുന്നവർക്കും MBBS കിട്ടാഞ്ഞിട്ട് BDSലോട്ട് വരുന്നവർക്കും അതുപോലെ ഡെന്റിസ്ട്രി എന്താ എന്നറിയാത്തവർക്കും ഡെന്റിസ്ട്രിയും MBBSും തമ്മിലുള്ള ഡിഫറൻസ് എന്തുകൊണ്ടാണ് MBBS തന്നെയുള്ള ഒരു സ്പെഷ്യലൈസേഷൻ ആയിട്ട് ഡെന്റിസ്ട്രി മാറാതിരുന്നത് എന്നും ഡെന്റിസ്ട്രി എന്തുകൊണ്ടാണ് ഒരു സെപ്പറേറ്റ് സ്ട്രീമായിട്ട് തന്നെ മാറിയത് എന്നുമാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത്. ഡെന്റിസ്റ്റും ഡോക്ടേഴ്സും രണ്ടുപേരും MBBS കഴിഞ്ഞവരും EDS കഴിഞ്ഞവരായിരുന്നാലും എന്തുകൊണ്ടാണ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് path choose ചെയ്യുന്നത് എന്നറിയോ? Today we are breaking down why you can't just specialize in dentistry after MBBS and why being a dentist requires a whole different journey. So main ആയിട്ട് dentistry എന്ന് പറഞ്ഞാൽ it is all about teeth, mouth, gums and everything in between. പക്ഷേ MBBS എന്ന് പറയുന്നത് it covers the entire body and dentistry deep dive into the oral health. നമ്മുടെ ഡെന്റിസ്ട്രി എന്ന് പറയുന്നത് ഓറൽ ഹെൽത്തിനെ കുറിച്ചും ഓറൽ കെയറിനെ കുറിച്ചും ഹെഡ് ആൻഡ് നെക്കിൽ വരുന്ന ഒരുപാട് കാര്യങ്ങളെക്കുറിച്ചും പഠിക്കുന്നതാണ് ഡെന്റിസ്ട്രി എന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു കോഴ്സിന് ഈ ഒരു ബാച്ചലർ ഓഫ് ഡെന്റൽ സർജറി എന്ന് പറയുന്ന ഒരു കോഴ്സ് ചൂസ് ചെയ്യുമ്പോൾ അവിടെ പഠിക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല ഹാൻഡ് സ്കിൽസ് ഉണ്ടാക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനുവേണ്ടി തന്നെയുള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെ നമ്മൾ പഠിക്കുന്നതാണ്. ഫോർ ഈ ഒരു ചെറിയ ഫില്ലിങ്സ് തുടങ്ങി റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ്സ്, ഇംപ്ലാന്റ്സ്, അതുപോലെ തന്നെ സർജറീസ്, അങ്ങനെ പല ബ്രേസസ് ഇടുന്നത്, ഓർത്തോ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്, അങ്ങനെ ഓരോ കാര്യങ്ങൾക്കുമുള്ള സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നതും അതിന് വേണ്ടിയിട്ടുള്ള ടെക്നിക്സ് ആൻഡ് ടൂൾസ് എല്ലാത്തിനെക്കുറിച്ചും പഠിക്കുന്ന ഒരു കോഴ്സ് കൂടെയാണ് ബാച്ചലർ ഓഫ് ഡെന്റൽ സർജറി. ആൻഡ് ഇതൊന്നും നമ്മൾ MBBSൽ പഠിക്കുന്നില്ല. MBBSൽ ഡീപ്പായിട്ട് ഓറൽ കെയറിനെ കുറിച്ചോ ഓറൽ ഹെൽത്തിനെ കുറിച്ചോ ഡെന്റൽ ട്രീറ്റ്മെൻറ്റ്സിനെ കുറിച്ചോ ഡീറ്റെയിൽഡ് ആയിട്ട് ഇല്ല. അത് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നതാണ് ബാച്ചലർ ഓഫ് ഡെന്റൽ സർജറി. ഒരു ഡെന്റിസ്റ്റ് ആവാന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മൾ BDS കോഴ്സ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഈ ഒരു കോഴ്സ് എന്ന് പറയുമ്പോഴത്തേനും ഈ MBBS എൻ്റയർ ബോഡിയെക്കുറിച്ച് പഠിക്കുന്നതിന് പകരം നമ്മൾ പല്ലിനെക്കുറിച്ചും പല്ലിന് ചുറ്റുമുള്ള സാധനങ്ങളെക്കുറിച്ചും പഠിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ BDS സ്റ്റുഡൻസ് അവരുടെ ഡെന്റൽ പ്രൊസീജിയേഴ്സ് ലൈക്ക് എക്സ്ട്രാക്ഷൻ, പല്ലെടുക്കുന്നത്, ബ്രേസസ്, അതുപോലെ തന്നെ കോംപ്ലക്സ് ആയിട്ടുള്ള ഓറൽ സർജറീസ്, അങ്ങനെയുള്ള പല കാര്യങ്ങൾക്ക് ആ ഡെന്റൽ പ്രൊസീജിയറിനൊക്കെ എല്ലാം നമ്മൾ ഭയങ്കരമായിട്ട് ഒരു ക്ലാരിറ്റി ഉണ്ടാക്കിയെടുക്കുന്നത് കൂടിയാണ് ഈ ഒരു കോഴ്സ് വഴി ഉദ്ദേശിക്കുന്നത്. ദീസ് ആർ ദ തിങ്സ് ദാറ്റ് ആർન્ટ ഈവൻ ടച്ച് MBBS. വൈ ഡെന്റിസ്ട്രി ഈസ് നോട്ട് ജസ്റ്റ് അറ്റ് സ്പെഷ്യലൈസേഷൻ ഇൻ MBBS? കാരണം ഈ ഡെന്റിസ്ട്രി എന്ന് പറയുന്നത് ഹോൾ ഡിഫറെൻറ്റ് പ്രാക്ടീസ് ആയിട്ടാണ് നമ്മൾ കണക്കിലെടുക്കുന്നത്. ആൻഡ് ഇറ്റ് ഹാവ് എ ഡിഫറെൻറ്റ് ലൈസൻസ്. സോ എന്തുകൊണ്ടാണ് ദിസ് സെപ്പറേഷൻസ് എൻഷുവേഴ്സ് ദാറ്റ് ദോസ് ട്രീറ്റിംഗ് യുവർ ടീത്ത് ആൻഡ് ഗംസ് ഹാവ് ദ എക്സാക്ട് സ്കിൽസ് ദേ നീഡ്. സോ നിങ്ങളുടെ ഗംസ്, ടീത്ത് ഇതെല്ലാം ട്രീറ്റ് ചെയ്യുന്നവർക്ക് അതിനെക്കുറിച്ച് പൂർണ്ണമായിട്ടുള്ള അറിവ് സ്കില്ലും ഉണ്ടായിരിക്കും. ബിക്കോസ് ആ ഒരു ട്രെയിനിങ് ആണ് ഈ ഒരു 5.5 years ഓഫ് BDS കോഴ്സിൽ BDS പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റിന് കിട്ടുന്നത്. ആൻഡ് നെക്സ്റ്റ് ഇസ് ഈ ഒരു ഡെന്റിസ്ട്രി എന്ന് പറയുമ്പോൾ MBBSലുള്ളതുപോലെ തന്നെ സ്പെഷ്യലൈസേഷൻസ് ഇവിടെയും ഉണ്ട്. ലൈക്ക് പീഡിയോഡോണ്ടിക്സ്, എൻഡോഡോണ്ടിക്സ്, ഓർത്തോഡോണ്ടിക്സ് ആൻഡ് പെരിയോഡോണ്ടിക്സ്, അങ്ങനെ പല ഓറൽ ആൻഡ് മാക്സിലോഫേഷ്യൽ സർജറി, അങ്ങനെ പല സ്പെഷ്യലൈസേഷൻ ഈ ഒരു ഡെന്റിസ്ട്രി എന്ന് പറയുന്ന ഒരു കോഴ്സിന് ഉണ്ടായിരിക്കും. ആൻഡ് നെക്സ്റ്റ് ഇസ് ജസ്റ്റ് ലൈക്ക് MBBS ഹാസ് ഇറ്റ്സ് ഓൺ സ്പെഷ്യലൈസേഷൻ, ഡെന്റിസ്ട്രിക്കും അതിൻ്റേതായിട്ടുള്ള ഓറൽ കെയറിൻ്റെ സ്പെഷ്യലൈസേഷൻസ് ഉണ്ട്. സോ ഇതെല്ലാം കൂടെ ചേർക്കുമ്പോഴാണ് ഇതുകൊണ്ടാണ് ഡെന്റിസ്ട്രി MBBSനെക്കാട്ടിലും ഡിഫറൻറ്റ് ആവുന്നത്. ആൻഡ് ഇതൊരു ഹോൾ ലോട്ട് ഓഫ് ബിഗ് പ്രോസസ്സാണ്. MBBS പഠിക്കുന്നത് പോലെ തന്നെ ഒരു പ്രത്യേകമായിട്ടൊരു കോഴ്സ് ചെയ്യുന്നതാണ് BDS എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഇസ് ആസ് ഇമ്പോർട്ടൻറ്റ് ആസ് MBBS. കാരണം അത് എൻ്റയർ ബോഡിയെ കുറിച്ചാണെങ്കിൽ നമ്മുടെ ഓറൽ കെയറിനെ കുറിച്ചും ഓറൽ ഹെൽത്തിനെ കുറിച്ചും അതിൻ്റെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്പെഷ്യലൈസേഷൻസിനെ കുറിച്ചും അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്സ്, ഡെന്റൽ കെയർ, ഡെന്റൽ പ്രൊസീജിയേഴ്സ് ആൻഡ് ഡെന്റൽ ട്രീറ്റ്മെൻറ്റ്സ്, ഹാൻഡ് സ്കിൽ, ടെക്നിക്സ്, ഇതെല്ലാത്തിനെ കുറിച്ചും പഠിക്കുന്നതാണ് BDS എന്ന് പറയുന്ന കോഴ്സ്. So next time you visit a dentist, you know they have taken a unique path focused entirely on oral health. So dentistry and medicine, two worlds equally important, each with their own unique journey. You can choose dentistry if you want to because അതിൽ ഒരുപാട് സ്കിൽസ് ആവശ്യമാണ്. ഒരു 5.5 year കോഴ്സ് ആണ്. And you take this course and you study a 5.5 years course. You get the knowledge about the oral health and techniques and skills. So everything is under this course. Do like, share and subscribe if you enjoyed learning the difference. Bye bye. Take care.